ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ മേപ്പാടി വന്ന സമയത്ത് ബോച്ചേൻ്റെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കുമ്പോഴാണ് മഹേന്ദ്ര വണ്ടികളുടെ അഡ്വഞ്ചർ ഓഫ് റോഡ് നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞത്. അപ്പം ഞാനും നിമിലും കൂടെ നേരെ വണ്ടി എടുത്ത് അവർ പുറകെ പിടിക്കുകയാണ്. ഏകദേശം 10 മണിക്ക് തുടങ്ങിയതാണെന്നാണ് അറിയാൻ പറ്റിയത്. ഇപ്പം 2-2:30 സമയമായി. കഴിഞ്ഞോ ഇല്ല ഒന്നും അറിയില്ല. നമ്മൾ രണ്ടും കൽപ്പിച്ച് അവർ വന്ന അതേ വഴിയിലേക്ക് വരികയാണ്. പക്ഷെ ഒരു 1.5 വഴിയായിരുന്നത്, ഫുൾ ഓഫ് റോഡ്. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നോന്നല്ല, ആ ഒരു പരിപാടി ഒന്ന് കാണാലോ എന്നുള്ളൊരു കൊതീൻ്റെ പുറത്ത് വന്നതാണ്. ഈ ഒരു വഴി കണ്ടപ്പോൾ നമ്മളും വിചാരിച്ച് ഇന്നൊന്ന് വീഡിയോ ഇട്ടാലോ എന്ന് വെച്ചാൽ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടത്. ഒരു രക്ഷയില്ല, ഒടുക്കത്തെ വഴിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3-4 കിലോമീറ്റർ നമ്മൾ വന്ന് ഒരു രക്ഷയില്ലാത്ത വഴിയാണ്. വരുന്ന വഴിക്കൊക്കെ ആനപ്പിണ്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആനയൊക്കെ ഉള്ള ഒരു ഏരിയ ആണെന്ന് മനസ്സിലായി. ഇതുണ്ടോ, മൊത്തം ഒരു തോട്ടമാണ്, ഏലവും കാപ്പിയൊക്കെ ഉള്ളൊരു തോട്ടമാണ്. ബോച്ചാൻ്റെ 1000 ഏക്കറാണ് ഇത്. അപ്പം ഇവിടെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കണ്ടോ, ഇങ്ങനെ ആ ഒരു ഓഫ് റോഡ് വണ്ടികളുടെ ട്രാക്കൊക്കെ ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും ഉറപ്പായി ഈ ഒരു വഴി തന്നെയാണ് അവർ പോയിട്ടുള്ളത്. അപ്പം നമ്മൾ രണ്ടും കൽപ്പിച്ച് ഒരേ പോക്കാണ്. കണ്ടോ, അവർ ഇതിലേക്കാണ് ഓഫ് റോഡ് ട്രാക്ക് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് നേരെ അങ്ങ് പോകാം. ഈ വണ്ടി എടുത്തിട്ട് പോയവന്മാരോ പൊളിക്കുക ഇതല്ല മെച്ചവരോ ആ ചുറ്റിൽ വന്നവരൊക്കെ റോഡ് വീഡിയോ അല്ല കളിച്ചല്ലടാ, ഒന്നിനും ഇത്ര എണ്ണ വച്ചിട്ടല്ലേ. വണ്ടി ഇറങ്ങണോ? ഒരു മിനിറ്റ്. ഇവിടെ കട്ടങ്ങാനുണ്ട്. നീ ഒരു മിനിറ്റ് നിർത്ത്. എന്നാ വീഡിയോ എടുക്കാം. വാ. ഒരു രക്ഷയില്ല, ഒരു 1.5 ഓഫ് റോഡ് ആയിപ്പോയത്. അയ്യോ, ഇനി ഈ റോഡിൻ്റെ അറ്റം ഉണ്ടോയെന്ന് അറിയില്ല. അത് അപ്പിയുള്ള പോക്കാ നമ്മള്. ഇതിലെന്തളിയാ ഇതെടുത്തോ.
ഒരു രക്ഷയില്ല. എന്താ ഇപ്പോഴാ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി ഒരു 1.5 വഴിയായിപ്പോയത്. ഇല്ല പോടാ, നീ ഇതിലേ എടുക്കേണ്ടി വരും. ആ അവിടെ വേഗത്തിൽ കല്ലുണ്ട്, ചെരിച്ചെടുക്കുക. ആ ഗൈസ്, ഇപ്പോൾ ഓഫ് റോഡ് വന്നിട്ട് നിമ്മിലിൻ്റെ കോല കണ്ടോ. കോട്ടിട്ടുകൊണ്ട് സെറ്റാണ്. കുറേ വണ്ടി ഉണ്ടല്ലേ. ബൈക്കുണ്ട് കാണാണെങ്കിൽ ഓക്കെ ഓക്കെ. ഇതെന്താ മൂന്നാമത്തെ വണ്ടിയാണല്ലോ. ഇതിനൊക്കെ ഇതിനും വലിയ സംഭവം. അതാണ് മറ്റേയാണ് കയറ് ആദ്യത്തെ. പിന്നെ വയനാട്ടിലുള്ള തന്നെ വണ്ടികൾ കർണാടക, തമിഴ്നാട്, പാടം. അവിടെ കയറണം. അവിടെ കയറിയ വാർത്തനം കൂടെ കട്ടോ. ആ ഡൽഹി പാട്ടാണ് ഇരിക്കുന്നത്. ഒറ്റ ഫാസ്റ്റായിട്ട് നിങ്ങളെ ഒരു മിനിറ്റ് ഒരു കാര്യം ചെയ്യും. രണ്ട് കൈകൊണ്ട് രണ്ട് കയ്യിൽ തീരും കിട്ടും. മാനുവലി സെക്കൻഡ് ഗിയറിലിട് RPO ആക്കിയിട്ട് ഒറ്റ കൊടുക്കലോടത്ത് കയറി അങ്ങ് പോകും. അപ്പോൾ ഞാൻ
ഗൈസ് ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ടെന്ന് ഇവലെ വന്നു മുതലായില്ലേ? വന്നത് വിശാറട്ടോ. എങ്ങനെ വണ്ടിയും കൊണ്ട് പോയിന്ന് നമുക്കറിയാതെ നടക്കാൻ പറ്റുന്നില്ല. ഇതിലെ നടക്കടാ പുല്ലുകൂടെ. എന്താ സമ്മതിക്കണ, നമ്മൾ അത്ര റിസ്ക് എടുത്ത് വന്നു കഴിഞ്ഞാൽ കാണാനുള്ള സാധനം ഉണ്ടല്ലേ. എൻ്റെ നമുക്ക് കുറച്ച് മുകളിലേക്ക് പോയി നോക്കാം. കുറേ കൽപ്പറ്റ രജിസ്ട്രേഷൻ വണ്ടികളുണ്ട്. കൽപ്പറ്റ ഉണ്ട്, ഇതാ മാനന്തവാടി രജിസ്ട്രേഷൻ ഒന്ന് അതിൻ്റെ തൊട്ട് മുമ്പിൽ നമ്മളെ നാട്ടിലത്തെ വണ്ടികളുണ്ട്. ഫ്രീ അല്ല. സിമ്പിളായിട്ട് ഇറക്കല്ല. ലോക്കർ ലോക്കറില്ല ഇല്ലേ? അപ്പൊ ഗായ്സ്, ഇതാ നമ്മളെ ഓഫ് റോഡ് വണ്ടികളെ കളി കഴിഞ്ഞ് ഇതിലെ വന്ന എന്തായാലും മുതലായി. ഒരുപാട് വണ്ടികൾ കാണാൻ പറ്റി. ഇപ്പൊ അതാ നല്ല കൊല മഴ പെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ വണ്ടിയും ഇവര് വന്ന അതേ റൂട്ടിലേക്ക് നമ്മൾ ഇറക്കുന്നതാണല്ലേ ഗായ്സ്. നമ്മൾ തന്നെ അറിയാതെ ഒരു ഓഫ് റോഡ് റൈഡേഴ്സ് ആയിരിക്കുന്നു അല്ലേ? അപ്പൊ ഇത്രയും പ്രതീക്ഷ വണ്ടീൻ്റെ അടുത്തേക്ക് പോട്ടെ ഗായ്സ്. ദാ ഇപ്പം എല്ലാ ഓഫ് റോഡ് വണ്ടികളും നമ്മളെ ബോച്ചാൻ്റെ ഈ പാർക്കിങ്ങിൽ വെച്ചിട്ടുണ്ട്. നോക്കി നോക്ക്, എമ്മാലൊക്കെ കുറേ വണ്ടികൾ പോയി. നമ്മൾ നേരത്തെ വന്ന സമയത്ത് ഒരു ഐലക്സോ ഇസൂസോ ഏതോ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു കിട്ടിയുള്ള സാധനം. അതൊക്കെ പോയി. അത് ഓഫ് റോഡ് ഇതിന് വന്ന എല്ലാം എന്നാണ് തോന്നുന്നത്. ഇതെങ്ങനെയുണ്ട് ഓരോ വണ്ടികളൊക്കെ?
നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ഇനി എടുത്തിട്ട് വന്നാലോ? കിട്ടില്ലെന്നല്ല ഗൈസ്. ഇതാ നമ്മൾ ഓഫ് റോഡ് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ വണ്ടീൻ്റെ അവസ്ഥ ഉണ്ടോ? മൊത്തം സ്റ്റാൻഡ് അടിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നാളെ വാഷിങ്ങിന് കൊടുക്കുമ്പോൾ അറിയാം എവിടെയൊക്കെ അടിച്ചിട്ടുണ്ട്. ഇതിൽ ശരിക്കും നമ്മൾ ഭാഗ്യവാനാണ്. കാരണം മഹേന്ദ്രൻ്റെ അഡ്വഞ്ചറിൽ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് അവർ ട്രാക്കിൻ്റെ പുറകെ പോയതാണ്. നമുക്കും ആ ട്രാക്കിൽ തന്നെ ഇവിടം വരെ എത്താൻ പറ്റി. അതായത് ഈ വഴി ഇങ്ങനെ പോയിട്ട് കണ്ടോ, ആ വഴി ഇങ്ങനെ പോയിട്ട് ഇതിലേ ഇങ്ങനെ വന്ന്. അപ്പം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് ഒടുക്കത്തെ ഒരു എക്സ്പീരിയൻസ് ആയിപ്പോയി. നിമലിനെ സമ്മതിക്കണം, അവനായിരുന്നു ഫുൾ റൈഡ്. നിമയെന്നൊരു ടാറ്റ.